ഇതര സംസ്ഥാന തൊഴിലാളികൾ പല മേഖലകളിലും വ്യാപകമായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹോട്ടൽ മേഖല തന്നെയാണ്. നിലവിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ മേഖല പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനിടെയാണ് ഈ തൊഴിലാളികളുടെ ക്ഷാമവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഡാനി ഇപ്പോൾ തന്നെ ചേരുന്നുണ്ട്. ഡാനി, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോഴും ഹോട്ടൽ മേഖല മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പല കമ്പനികളുടെയും സ്റ്റാഫുകൾ ഇവരാണ്. നമ്മുടെ നാട്ടിലെ ഈ റോഡിൻ്റെ ഇപ്പോൾ ദേശീയപാത വികസനം, ദേശീയപാതയുടെ നിർമ്മാണമാകട്ടെ, മെട്രോയുടെ നിർമ്മാണമാകട്ടെ, ഇതൊക്കെ പരിശോധിച്ചാലും അതിലൊക്കെ വലിയൊരു ശതമാനവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കേരളത്തിലെ പൊതുവെ തൊഴിൽ മേഖലകളിൽ വലിയൊരു ശതമാനം മേഖലയെയും ഇത് ബാധിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്ത, അവർ ഉൾപ്പെടാത്ത ഏത് തൊഴിൽ മേഖലയാണ് കേരളത്തിലുള്ളത് എന്നതാണ് സംശയം. കാരണം എല്ലായിടത്തേക്കും എന്ന പോലെ തന്നെ അവർ കൂടുതൽ ഇടങ്ങളിലേക്കെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അവരെ പെട്ടെന്ന് അവരെ ഒരു പൊഴിഞ്ഞുപോക്കെന്നല്ല, അവർ മാറി നിൽക്കുന്നു. അവർ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ, അതോടൊപ്പം തന്നെ വലിയ പെരുന്നാൾ വരുന്നു, ഇതെല്ലാം അടുത്തടുത്ത് വരുന്നൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ആ സമയത്തേക്ക് കൂട്ടത്തോടെ എല്ലാവരും തന്നെ പോകാൻ ഇടയായ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് അസം, ബംഗാൾ മേഖലകളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇവിടെ പണിയെടുക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം ആ തെരഞ്ഞെടുപ്പ് വരികയും അതോടൊപ്പം തന്നെ ഈ പുതിയ ഈ വോട്ടർ പട്ടിക SIR എല്ലാം തന്നെ വരികയും എല്ലാം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് നിർബന്ധം എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു ആ കാര്യങ്ങൾ. പ്രത്യേകിച്ച് വോട്ട് ചെയ്യേണ്ടതൊരു ആവശ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനായിട്ട് പോയത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്ന രീതി എന്ന് പറയുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞു, കുറച്ചും കൂടി കൂടുതൽ ആളുകൾ ഈ കുടുംബവുമായിട്ടൊക്കെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ കുറച്ച് താമസം എടുക്കും അവരൊരുമിച്ച് വരാനെന്നാണ് തൊഴിലുടമകൾ പറയുന്നത്. കാരണം കുടുംബത്തോടെല്ലാം പോകുമ്പോൾ നാട്ടിലെല്ലാം കുറച്ച് സമയം ചിലവഴിച്ച് തിരിച്ചു വരുന്നൊരു രീതിയാണ് അവർക്കെല്ലാം തന്നെ ഉള്ളതെന്ന് പറയുന്നു. ഒറ്റയ്ക്ക് പോവുകയാണ്, വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യവും മുൻപുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവരെല്ലാം കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്ന രീതിയാണ്. ഏതാണ്ട് ഗൾഫിൽ പോയി അവധിക്ക് നാട്ടിലേക്ക് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവർ കേരളത്തിൽ നിന്നെല്ലാം തന്നെ തിരിച്ച് നാട്ടിലേക്കെല്ലാം തന്നെ പോകുന്നത്. പക്ഷേ ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിൽ മേഖലയെല്ലാം തന്നെ വളരെ പ്രതികൂലമായി ഇത് ബാധിച്ചിരിക്കുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഒരു ഇടം ഈ കൺസ്ട്രക്ഷൻ മേഖലയാണ്, നിർമ്മാണ മേഖലയാണ്, ഫ്ലാറ്റുകൾ. അതോടൊപ്പം തന്നെ കൊച്ചിയിലേക്ക് വരുമ്പോൾ മെട്രോ നിർമ്മാണത്തിൽ ഏതാണ്ടെല്ലാം 90% ഏതാണ്ട് പങ്കെടുക്കുന്ന തൊഴിലാളികൾ എന്ന് പറയുന്നവരെല്ലാം തന്നെയാണ്. ഇതെല്ലാം ഇടങ്ങളിലെല്ലാം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലെ കരാറുകാരൻ പറയുന്നത് ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഏതാണ്ട് 25-30ഓളം പേര് ഒരു സ്ഥലത്ത് പണി ചെയ്യുന്നിടത്ത് ഇപ്പോൾ 2-3 പേരുള്ളൂ. അയാൾക്ക് അത് കൊണ്ടുപോകാനും സമയബന്ധിതമായി അത് തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കെല്ലാം ഉണ്ട്. ഹോട്ടലിൽ പലതും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. അത് ഇപ്പോഴുള്ള ഈ ഗ്യാസ് വിലവർദ്ധനവ് അത് ഒരു വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വിറകടുപ്പ്, മറ്റു മാർഗങ്ങൾ എന്നിവയിലേക്കെല്ലാം മാറുന്ന ഇടത്താണ് പുതിയൊരു പരീക്ഷണം എന്ന രീതിയിലേക്ക് ഇപ്പോൾ തൊഴിലാളികളെ കൂടി അവർ പുതിയ ആളുകളെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പലരും തിരിച്ചു വരാനായിട്ട് വൈകുന്നു. വൈകുന്നതിന് വേറൊരു കാരണം കൂടി പറയുന്നത്, ഇനിയിപ്പോൾ ബക്രീദ് അടക്കം ഈ മാസം അവസാനം പെരുന്നാളുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷമേ പൂർണ്ണമായും ഇവർ തിരിച്ചു വരൂ എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ പെരുമ്പാവൂരിലും അതോടൊപ്പം മറ്റെല്ലായിടത്തുമുള്ള ഈ ടിമ്പർ മേഖലയുണ്ട്, അത് പ്ലൈവുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അത് അതിരൂക്ഷമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ. പലരും വിമാനക്കൂലി കൊടുത്താണ് കുറച്ച് പേരെങ്കിലും തിരികെ നാട്ടിലേക്ക് എത്തിക്കാനെല്ലാം തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ സർവ്വമേഖലയും ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് പോയവർ തിരിച്ചു വരാൻ വൈകുന്നത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് പോയ തൊഴിലാളികളിൽ ഏറെയുമാണ് തിരികെ വരാത്തത്. അസമിൽ നിന്നുള്ള തൊഴിലാളികളിൽ വലിയൊരു വിഭാഗവും തിരികെ വന്നിട്ടുണ്ട്. അതേസമയം പെരുന്നാളിന് ശേഷം ഒരുപക്ഷെ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ വലിയൊരു ശതമാനവും തിരികെ എത്തും എന്ന പ്രതീക്ഷയും പുലർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പല മേഖലകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അഭാവം വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.